നമസ്തേ. ആർട്ട് ഓഫ് ലിവിംഗ് ബാംഗ്ലൂർ ആശ്രമത്തിൽ ആദ്യമായി മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടി. 2025 ജനുവരി 26 വൈകുന്നേരം 2 മണി മുതൽ കണ്ണൂർ മുണ്ടയാട്ടെ ജയാനന്ദൻ പെരുവണ്ണാന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ സാന്നിധ്യത്തിൽ അനുഷ്ഠാനങ്ങളോടുകൂടി ബാംഗ്ലൂർ ആശ്രമത്തിൽ മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടിയത്. ആശ്രമവാസികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് മുത്തപ്പൻ ദർശനം നൽകി. പുലർച്ചെ 2 മണിയോടുകൂടി വെള്ളാട്ടം അവസാനിച്ചു. ഉത്തര മലബാർ മേഖലയിൽ പ്രാഥമികമായി ആരാധിക്കപ്പെടുന്ന ദേവതയായ ശ്രീ മുത്തപ്പൻ ജാതി മത ദേശീയ വ്യത്യാസമില്ലാതെ എല്ലാ ഭക്തരെയും സ്വാഗതം ചെയ്യുന്ന ദൈവമാണ്. കണ്ണൂരിലെ പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ഈ ദേവതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ്. മുത്തപ്പൻ വെള്ളാട്ടം നടക്കുന്ന ഈ ദിനം സായാഹ്നം ആചാരപരമായ അഭ്യർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. തുടർന്ന് പരമ്പരാഗതമായ ചടങ്ങുകളോടെ ശ്രീ മുത്തപ്പന് വെള്ളാട്ടം ചടങ്ങ് നടക്കും. ഭക്തർക്ക് ചടങ്ങുകളിൽ പങ്കെടുക്കാനും പ്രസാദം സ്വീകരിക്കാനും അവസരമുണ്ട്. അയ്യങ്കര ഇല്ലത്ത് വാഴുന്നവരുടെ പത്നി പാടിക്കുറ്റി അന്തർജനത്തിന് അനുഗ്രഹമേകി മകനായി വന്ന് ഉച്ചനീചത്വങ്ങൾ അകറ്റി സകല അശരണരുടെയും ആതങ്കങ്ങൾ അകറ്റി ഭക്തരുടെ ദുഃഖങ്ങളും ദുരിത യാതനകളും കേട്ട് അതിന് പരിഹാരമേകി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ത്രിലോകനാഥനായ ശ്രീ മഹാദേവൻ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ശ്രീ മുത്തപ്പനായി വിരാജിക്കുന്നു എന്നാണ് പറയുന്നത്. ആദിദേവ സങ്കല്പമായി കിരാതരൂപമായി ശ്രീ മഹാദേവൻ കുടികൊള്ളുന്ന അതിപ്രശസ്തമായ പറശ്ശിനിക്കടവ് മടപ്പുര ക്ഷേത്രത്തിൽ കെട്ടിയാടുന്ന മുത്തപ്പൻ വെള്ളാട്ടത്തിന്റെ എല്ലാ ആചാര അനുഷ്ഠാന ചടങ്ങുകളോടും കൂടി തന്നെയാണ് എല്ലായിടത്തും എല്ലാ ചടങ്ങുകളും നടക്കുന്നത്. വെള്ളാട്ടം മുത്തപ്പന്റെ എഴുന്നള്ളത്താണ്. മുത്തപ്പന് തന്റെ ഭക്തരെ കാണണം എന്ന് തോന്നിയാൽ മാത്രമാണ് മുത്തപ്പൻ വെള്ളാട്ടം ആറാടി ഭക്തരുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ എന്നാണ് ആചാര്യ മൊഴി. കള്ളും കുടിച്ച് വില്ലും വിളിച്ച് കാട്ടാള വേഷം ധരിച്ച് കാട്ടിലും മുള്ളെങ്കിൽ എടുത്തു. അന്ന് ഏത് പ്രകാരമാണോ ഓരോരോ മഹർഷീശ്വരന്മാരുടേതായി വിജയലക്ഷ്മി അങ്ങനെയുള്ളതായിരിക്കുന്ന അഷ്ടലക്ഷ്മികളും അകത്തളം മുമ്പേതുമായിട്ട് കളിച്ചു വളർന്നതായിരിക്കുന്ന ഈ ആശ്രമത്തിങ്കൽ കൈലാസവാസിയായിരിക്കുന്ന ഞാൻ ഏത് പ്രകാരമാണോ ഒന്ന് പാശുപതാശ്രമം കൊടുക്കാനായിട്ട് കൈയെടുത്തു പോകുന്നത്. ആയത് പ്രകാരം ഇന്നിപ്പോഴും സിദ്ധപുരുഷനായിരിക്കുന്ന ഇങ്ങനെ കാണുവാനുള്ള യോഗം വന്നു ചേർന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് കൂടുതൽ ജനങ്ങളും ഒരുപാട് ആവേശവും ജനങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചു. ഗുരുദേവൻ മുത്തപ്പനുമായി സംവദിച്ചു. അതൊക്കെ വളരെയധികം സന്തോഷമാകുന്നൊരു ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്ന ഒരു സംഭവമാണ് മാറിയിരിക്കുന്നത്. It felt very deep and very cleansing, very peaceful to get blessed by the deity. Gurudev was very unique experience, felt very benevolent energy and very जैसे एक मातृत्व का भाव है, like a mother is blessing. So felt very peaceful and very nice. We are very fortunate that he came to us, and the way Gurudev and Muttappan had a conversation, one should have to witness. He really knows about everybody, and he was absolutely bang on about me and about my friends also. Whatever their life, he just read it. He just read it from nowhere, and he's so cute.
இந்த வெள்ளாட்டத்தில் பங்கெடுத்திருக்கேன். அது ரொம்ப சந்தோஷம். அதுக்கப்புறம் குருதேவ் இங்கப்போ வந்து ஆசீர்வாதம் பண்ணியாச்சு. இனி மக்களுக்கு எல்லாமே எல்லாம் ரொம்ப ரொம்ப சந்தோஷம். அவ்வளோதான். You could literally feel the energy, and I'm very, very grateful that he blessed